രണ്ട് പ്രധാനപ്പെട്ട അറിയിപ്പ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ആദ്യത്തെ അറിയിപ്പ്, KSRTCക്ക് സർക്കാർ സഹായകമായി 20 കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. ഈ മാസം ആകെ 123 കോടി രൂപയാണ് സർക്കാർ നൽകിയത്. കോർപ്പറേഷന് ഈ സാമ്പത്തിക വർഷം 1500 കോടി രൂപ സഹായകമായി നൽകി. ബജറ്റിൽ 900 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. ബജറ്റ് വകയിരുത്തുന്നതിനേക്കാൾ 600 കോടി രൂപയാണ് അധികമായി അനുവദിച്ചത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, കേരളത്തിൽ ഒരു ഗഡു ക്ഷേമ പെൻഷൻ കൂടി അനുവദിച്ചു. 812 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി പറഞ്ഞു. ഈ ആഴ്ച മുതൽ 1600 രൂപ വീതം ലഭ്യമാകും. 3 ഗഡു ക്ഷേമ പെൻഷനാണ് കൊടുക്കാനുണ്ടായിരുന്നത്. ഈ മാസത്തെ പെൻഷൻ തുകയായ 1600 രൂപയാണ് ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക. ഈ ആഴ്ച മുതൽ വിതരണം ചെയ്തു തുടങ്ങുമെന്ന് ധനവകുപ്പ്. ഇനി 3 മാസത്തെ കുടിശ്ശികയാണ് ഇനി ബാക്കിയുള്ളത്. അത് അടുത്ത സാമ്പത്തിക വർഷം കൊടുക്കുമെന്നാണ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും സമഗ്രമായ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത് കേരളത്തിലാണ്. ഇതിനാവശ്യമായ പണത്തിൻ്റെ 98% സംസ്ഥാനം കണ്ടെത്തുന്നുണ്ട്. 2% താഴെ മാത്രമാണ് കേന്ദ്രത്തിൻ്റെ വിഹിതമുള്ളത്. 62 ലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ 6.8 ലക്ഷം പേർക്കാണ് ശരാശരി 300 രൂപ ധനസഹായം കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കുന്നത്. കേരളത്തിൽ പ്രതിമാസം പെൻഷൻകാർക്ക് ലഭിക്കുന്നത് 1600 രൂപയും. ബാക്കി മുഴുവൻ തുകയും സംസ്ഥാനം കണ്ടെത്തുന്നു. വാർദ്ധക്യ, വികലാംഗ, വിധവാ പെൻഷൻ ഗുണഭോക്താക്കൾക്കു മാത്രമാണ് സമഗ്രമായ കേന്ദ്ര പെൻഷൻ വിഹിതമുള്ളത്. ഇതും കുടിശ്ശികയാണ്. ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ വിതരണം ആരംഭിച്ചിരിക്കുന്നു. മസ്റ്ററിംഗ് ചെയ്ത എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും 1600 രൂപ വീതം ലഭ്യമാകും. മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾക്ക് എല്ലാ മാസവും 20-ാം തീയതിക്ക് മുന്നോടിയായിട്ട് അക്ഷയ കേന്ദ്രങ്ങൾ വഴി മസ്റ്ററിംഗ് ചെയ്യാൻ കഴിയും. മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് അടുത്ത മാസം തന്നെ മസ്റ്ററിംഗ് ചെയ്യും.